എല്ലാം തീർന്നു. ഒരു വ്യാഴവട്ടത്തോട് അടുക്കാറായി. ഇനിയിപ്പം നമ്മളതിനകത്ത് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് പഴയ പ്രമുഖന്മാരെ, അവരെ ഇന്ന് വളരെ വളരെ പ്രമുഖന്മാരായി നിൽക്കുന്ന ആളുകളാണ്, അവരെ അധിക്ഷേപിക്കാനുള്ളൊരു നടപടിയായി ഞാനത് പറയുന്നത് ശരിയല്ല. എന്താണ് എന്റെ പേരെന്താ? എന്ത് കാര്യത്തിൽ ഒത്തുതീർപ്പ്? സമരം അവസാനിപ്പിക്കാൻ ഇടനിലുള്ള രീതിയിലാണ്. അല്ല, സമരം അവസാനിപ്പിക്കാൻ ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥമില്ലേ? സമരം അവസാനിപ്പിക്കാനായിട്ട് നടപടി എടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തങ്ങൾ. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. ആ നടപടി ഏകപക്ഷീയമായി എടുത്ത കാര്യം തീരത്തുമില്ലല്ലോ. അതിനോട് റെസ്പോണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് അപ്പുറത്തുണ്ടാവുകയോ ചെയ്തത് കൊണ്ടാണല്ലോ എനിക്ക് ഇടപെടാനുള്ള ചാൻസ് എങ്കിലും കിട്ടും. എന്തോ ഫസ്റ്റ് കോൾ ആരായിരുന്നു? ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഫസ്റ്റ് കോളിന്റെ പ്രശ്നം ഇല്ലല്ലോ. ഞാൻ ചോദിച്ച ഫസ്റ്റ് കോൾ എന്ന് നമ്മൾ പറയുന്നത് ഇഷ്യൂ തീർന്നോ? അങ്ങനെയല്ല. ഒരു മിനിറ്റ്. ഇതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ്. ശാന്തമായി നിൽക്കുന്ന ഒരു സ്ഥലം, ഇവിടെ ഒരു ചെറിയൊരു കാറ്റ് അങ്ങോട്ട് വരുമ്പോഴാണ് അവിടെ അലാടുക. ഈ ചെറിയ കാറ്റ് അത് എവിടെ നിന്നാണ് ആദ്യം വന്നത്? ഏതായാലും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഞങ്ങൾക്ക് ഇവിടെ ചാർട്ടർ ഓഫ് ഡിമാൻഡ് അവരെഴുതി തന്നിട്ടില്ലേ? തന്നു. ഒരു പച്ച മഷിയുള്ള പെണ്ണുകൊണ്ടാണ് ആ ചാർട്ടർ ഓഫ് ഡിമാൻഡ് എഴുതിയിട്ടുള്ളത്. അതെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ ചാർട്ടർ ഓഫ് ഡിമാൻഡിന്റെ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ കാര്യങ്ങളെന്ന് പറഞ്ഞു. അതിനുശേഷം ആ ചാർട്ടർ ഓഫ് ഡിമാൻഡിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്കഷന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവസാനം ഒരു തീരുമാനത്തിലും എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും സമരം വന്ന് പൊട്ടിപ്പുറപ്പെട്ടു. സമരം വന്നുപെട്ടത് എന്താ? യഥാർത്ഥത്തിൽ തിരുവനന്തപുരം പട്ടണത്തിൽ തിങ്ങി ഞെരുങ്ങി ജീവിക്കുന്ന ജനങ്ങളുടെ മധ്യത്തിലോട്ടാണ് അഡീഷണലായിട്ടൊരു പുതിയ ഫോഴ്സ് കൂടി ഒരു 10,000-15,000 20,000 ആളുകളും കൂടെ വരുന്നത്. അങ്ങനെ വന്നാൽ അവിടുത്തെ ജനജീവിതം എന്താകും? ഒരു ദിവസം ആ സമരത്തിന് നിൽക്കാൻ പറ്റുമോ? ആ സമരം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള എന്തെല്ലാം വിഷമങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സമരം തീർക്കുക എന്നുള്ളത് അവരുടെയും സമരത്തെ ഇവിടെ ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ശ്രീ കുഞ്ഞാലിക്കുട്ടിയടക്കം ഞാനടക്കം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു പൊതു താല്പര്യമായിരുന്നു. അതൊക്കെ ശരിയാണ്. എന്തായിരുന്നു ആവശ്യപ്പെട്ടത്? ജോൺ ബ്രിട്ടാസ് എന്തായിരുന്നു പറഞ്ഞതിന്റെ ഒരു ചെറിയൊരു രൂപം എന്തായിരുന്നു? കേരളത്തെ പിടിച്ചുലച്ച ഒരു രാഷ്ട്രീയ വിഷയമാണ്. അതിന്റെ ഒരു ആണല്ലോ. ഞാൻ കൊടുങ്കാറ്റ് പോലെ വന്നു, അവസാനം മന്ദമാരുതനായിട്ട് പോയില്ലേ? അതിനുള്ള ക്രെഡിറ്റ് ഞങ്ങൾക്ക്. അത് കോൺഗ്രസിന്റെ ക്രെഡിറ്റ് ആണ്, UDFന്റെ ക്രെഡിറ്റ് ആണ് സമരം തീർത്തത്. എങ്ങനെയാ ആ സമരം തീർത്തത്? കോൺഗ്രസിന്റെയും UDFന്റെയും ക്രെഡിറ്റ് ആണ്. ഞാൻ ക്രെഡിറ്റ് എന്ന് പറയുന്നില്ല. സമരം ചെയ്ത ആളുകൾ സമരത്തിന് അവർ മുന്നോട്ട് വന്നോ. ഞങ്ങൾ തൃപ്തികരമായൊരു തിരുവഞ്ചൂർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. സോളാർ സമര വിവാദം അത് തലപൊക്കിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ അതത്തെ ആഭ്യന്തരമന്ത്രി എന്ന തിരുവഞ്ചൂരിൻ്റെ പ്രതികരണം വരുന്നത്. പ്രമുഖ മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയും ഇന്ന് ഒരു വാരികയിൽ എഴുതിയ പദങ്ങളാണ് വിവാദത്തിന് ആധാരം. 10,000, 20,000 ആളുകൾക്ക് അവർക്ക് എന്താ പ്രാഥമിക കർമ്മം നിറവേറ്റാനുള്ള സൗകര്യം പോലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ നീണ്ടു നിൽക്കുന്ന ഒരു സമരത്തെക്കുറിച്ച് ആയിരിക്കില്ല അവർ തുടക്കം തന്നെ പ്ലാൻ ചെയ്തത് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. ഏതായാലും സമരം ഫസ്റ്റ് കോള് ബ്രിട്ടാസിന്റേതാണോ അത് അങ്ങയുടേതാണോ? ചെറിയാന്റെ ടെലിഫോണിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത്. അതെ, ചെറിയാന്റെ ടെലിഫോണിൽ നിന്ന് എനിക്ക് വിളിക്കാൻ പറ്റുകയില്ലല്ലോ. ഫസ്റ്റ് കോള് ജോൺ ബ്രിട്ടാസിന്റേതാണ് അഡ്മിറ്റ് ചെയ്യുന്നു. ചെറിയാൻ ഫിലിപ്പിന്റെ ടെലിഫോണിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത്. ആദ്യം എന്താണ് പറയുന്നത്? തീർക്കാൻ താല്പര്യമുണ്ടെന്നാണോ പറയുന്നത്? അതൊന്നും നമ്മൾ ഇനി വിശദാംശങ്ങൾ. ജോൺ ബ്രിട്ടാസ് എന്ന വലിയ പ്രമുഖരൊന്നുമല്ല, പക്ഷെ അദ്ദേഹം പറയുമ്പോൾ വഴങ്ങാനുള്ള ഒരു കാര്യം എന്താ? കാര്യം ഒരു ഗവൺമെന്റ് ജോൺ ബ്രിട്ടാസിന് മുന്നിൽ വഴങ്ങാൻ മാത്രം ജോൺ ബ്രിട്ടാസ് പറഞ്ഞതിൽ എന്തായിരുന്നു അതിനകത്തുണ്ടായിരുന്ന കാമ്പ് എന്തായിരുന്നു? ഒരു ഗവൺമെന്റ് വഴങ്ങിയില്ലല്ലോ, അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. ഗവൺമെന്റ് വഴങ്ങിയല്ല. ഗവൺമെന്റ് നേരത്തെ തന്നെ പറഞ്ഞു ജുഡീഷ്യൽ എൻക്വയറി ഞങ്ങൾ റെഡി. ജുഡീഷ്യൽ എൻക്വയറിയിൽ അവരുമായിട്ട് തർക്കം വന്ന ഒറ്റ പോയിന്റേ ഉള്ളൂ, സിറ്റിംഗ് ജഡ്ജ് വേണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു പ്രൊവൈസോ പറഞ്ഞു, ഹൈക്കോടതി സമ്മതിക്കുമെന്ന് വരികയും ഹൈക്കോടതിയുടെ പെർമിഷനോട് കൂടി മാത്രമേ ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ സേവനം ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിന് വേണ്ടി കിട്ടുള്ളൂ. ഹൈക്കോടതി സമ്മതിച്ചില്ല. അതുകൊണ്ട് എന്റെ റിട്ടയർഡ് ജഡ്ജി അതിലേക്ക് പോയി. അപ്പോ ആ രൂപത്തിൽ എല്ലാ സ്റ്റേറ്റ്സ്മാൻഷിപ്പുള്ള ആളുകളല്ലേ.
അവർക്കൊക്കെ ഒരു ബ്ലഡ് ഷെഡ് ഉണ്ടാകാതിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകാതിരിക്കുകയില്ല. ഈ സമരം നീണ്ടുപോകരുതെന്ന് LDF ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണോ താങ്കളെ ബന്ധപ്പെട്ടത്? ആ സമരം നീണ്ടുപോയില്ലല്ലോ. അതെ അതെ എനിക്ക് അതിന്റെ ഞാൻ സമര സംഘാടകരെ കുറിച്ച് പറഞ്ഞല്ല. പക്ഷെ ഇത്രയധികം ആളുകൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരു കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവർക്ക് 1-1.5 മാസം നിൽക്കേണ്ടി വന്നു എന്ന് സങ്കല്പിക്കുക. അതിലുള്ള സൗകര്യമല്ല അവിടെ ഉണ്ട്. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്നുള്ള നില നിങ്ങളെന്ന് അന്വേഷിക്കുക. അതിനുള്ള എന്തെങ്കിലും സൗകര്യം അവിടെ ഉണ്ടായിരുന്നോ? അവരുടെ പ്രൈമറി നീഡ്സ്, നെസസിറ്റീസ്, അതിന് പറ്റുന്ന എന്തെങ്കിലും സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? അപ്പൊ എന്താ നീണ്ടു നിൽക്കുന്ന ഒരു സമരത്തെക്കുറിച്ച് ആലോചിച്ചില്ല എന്നുള്ളത് സത്യമല്ലേ? ഞാൻ അനുമാനിക്കുന്നതാണ്. സാർ, ഇപ്പൊ ഒരു വാക്കിന് വേണ്ടി ഇപ്പൊ താങ്കളെ ഇനിഷ്യേറ്റീവ് എടുത്തെന്ന് വിചാരിക്കുക. അങ്ങനെ താങ്കൾ പറഞ്ഞാൽ സമരം അവസാനിപ്പിക്കുന്നവരല്ലോ CPM. അല്ല, ഞാൻ അങ്ങനെ വേണ്ടല്ലോ. ഞാനാണെന്നല്ല, ഒരു സംസാരിച്ച ആരാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ നേരിടാത്ത രീതിയിലുള്ള ഏറ്റവും മോശമായ ഒരു ആരോപണം നേരിട്ട ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അതിന് തുടർന്നുണ്ടാകുന്ന അതുമായി ബന്ധപ്പെട്ട സോളാർ സമരം ഭരണത്തെ വലിയ രീതിയിൽ ബാധിച്ചു. നിരവധി അറസ്റ്റുകൾ ഉണ്ടായി. അത്തരത്തിലൊരു ഗവൺമെന്റിനെ മുഴുവൻ പ്രതിസന്ധിയിലാക്കിയ ഒരു സംവിധാനമായിരുന്നു LDFന്റെ അന്നുണ്ടായിരുന്നത്. അവരതിന്റെ എക്സ്ട്രീമായ സമരത്തിലേക്ക് വരുന്നു. ആ എക്സ്ട്രീം സമരം എന്ന് പറഞ്ഞാൽ കേരളം ഇതുവരെ കാണാത്തൊരു സമരം. ആ സമരം പോലും ഒരു ഘട്ടത്തിൽ നിർത്തിപ്പോകണമെന്ന് LDF ആഗ്രഹിച്ചു എന്നാണല്ലോ അങ്ങ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ല, ഞാൻ പറഞ്ഞതല്ല. അല്ല, അങ്ങനെ ഈ സമൂഹത്തിലുള്ള പൊതു ചർച്ചയുടെ ഭാഗമാണ് അതൊക്കെ. നമ്മളുടെ ഇവിടെ ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖ